ഒരുത്തൻ വന്ന് ഒരു 5000 നീട്ടിയപ്പോത്തിന് സ്വന്തം അമ്മാന്റെ കണ്ണീരിന് വിലല്ല, പെങ്ങളെ കണ്ണീരിന് വിലല്ല. വാപ്പ ഗൾഫിലാണ്. ആ വാപ്പാന്റെ ബേജാറിന് പോലും ഒരു വില കൊടുക്കണില്ല. ഇങ്ങനെ ഒരു റിയാക്ട് വീഡിയോ നമ്മൾ ചെയ്യൂലെന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷെ ഇങ്ങനെ കാണുമ്പോ പറയാണ്ടിരിക്കാൻ വയ്യാത്തോണ്ട് പറയാം. ഫലസ്തീന്റെ പേര് പറഞ്ഞിട്ടാണ് റീച്ച് ഉണ്ടാക്കുന്നത്. അത് വേറെ സൈഡ്, അത് ഞാൻ അവിടെ വെക്കട്ടെ. അറ്റ്ലീസ്റ്റ് അവനാന്റെ ഇമ്മിയും പെങ്ങളൊക്കെയാണ് ഈ വണ്ടിയിൽ ഇരിക്കണെന്നുള്ള ബോധം ഐറ്റിങ്ങൾ അട്ടഹസിച്ചിട്ട് ആ കുട്ടിയൊക്കെ ബാക്കിൽ ഇരുന്നാണ് ആ വീഡിയോയിൽ കരഞ്ഞിരുന്നത്. ഞാനൊക്കെ കേട്ടിട്ട് സത്യം പറഞ്ഞ കമന്റ് വരെ ഇട്ട് പോയിന്ന്. ഓരോരുത്തർ കമന്റ് ഞാൻ വരെ വായിച്ചിരുന്നു. ആ കുട്ടിന്റെ കരച്ചിൽ സഹിക്കാൻ വയ്യാന്ന്. എന്ത് ഉളുപ്പില്ലാത്ത നാടകമാണ് നിങ്ങളൊക്കെ കാണിക്കണത്. നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾക്ക് നാലാൾക്കാർ റീച്ച് വേണ്ട, നാലാൾക്കാർക്ക് മാറി നിന്നിക്കാണ്ട് ഈ വക പരിപാടികൾ കാണിച്ചാൽ പോരെ. എന്തിനാടാ ഇമ്മാനും ബാപ്പാനും പെങ്ങന്മാരൊക്കെ ഇതിൽ ഇട്ടുകാണ്ട് ബേജാറാക്കുന്നത്? എന്ത് കാര്യത്തിനാടോ? ഞാനൊക്കെ ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട് 4-5 കൊല്ലം ഇന്ന് വരെ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഈ റീച്ചോ നമ്മൾ ആഗ്രഹിക്കുന്ന ഫോളോവേഴ്സും ഇതൊക്കെ കിട്ടണില്ല. നമ്മളൊക്കെ കഷ്ടപ്പെട്ട് പല വ്ലോഗുകൾ ചെയ്യുന്നുണ്ട്, വോയിസ് ഓവർ കൊടുത്തിട്ട് ഇരുന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കേണ്ട വീഡിയോസ് കിട്ടണില്ല. നമ്മളെ വിധി അങ്ങനെയാണെന്ന് വിചാരിച്ച് നമ്മൾ ഒതുങ്ങുകയാണ്, അത്രേ ഉള്ളൂ. ഇതേപോലൊക്കെ റീച്ച് ഉണ്ടാക്കാനാണെങ്കിൽ നമുക്കൊക്കെ എന്നോ റീച്ച് ഉണ്ടാക്കിയായിരുന്നു. ഇമാതിരി തമ്മാടിത്തരങ്ങൾ കാട്ടിയിട്ട് റീച്ച് ഉണ്ടാക്കാൻ. എന്തിനാണ് അവനാന്റെ അമ്മാനും ബാപ്പാനും കൂട്ടക്കാരെയൊക്കെ കരയിപ്പിച്ചിട്ടും മേജറാക്കിയിട്ടും തമ്മാടിത്തരം നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചുണ്ടാക്കിയ റീച്ച് എന്തിനാണോ? അറ്റ്ലീസ്റ്റ് ചിന്തിക്കാനുള്ള ബോധമില്ല നിങ്ങൾക്കൊന്നും. എന്നിട്ട് നടക്ക് വാപ്പാക്കും ഉമ്മാക്കും വിളിച്ചാൽ തല്ലാനും കുത്താനും. ആ ചെക്കന്റെ വാപ്പാക്ക് ഗൾഫിക്ക് വിളിച്ചിട്ട് ആ വീഡിയോയിൽ ആ ചെക്കന്റെ വാപ്പ പറയുന്ന ഒരു വർത്താനുണ്ട്, ഞാൻ നാട്ടിക്ക് വരാൻ നോക്കട്ടെ എന്ന്. അത് അയാൾക്ക് അയാളെ മക്കളെയും പെണ്ണുങ്ങളെയൊക്കെ കുറിച്ചുള്ള വേവലാതി കൊണ്ടാണ്. പ്രവാസിയാണ് അയാള്. ആ ഒരു പേടിയും ബേജാറും വന്നോണ്ട് ഇമ്മാരി ചെറ്റ നാടകം അയാളൊക്കെ കളിപ്പിച്ച് ബേജാറാക്കാൻ ഉസുറും വിളിയും കുറച്ചെങ്കിലും കുറച്ച് ഉണ്ടോ? ഖാദർ കരിപ്പൊടി പറയുന്നുണ്ട്, എന്ത് ഇപ്പൊ മാപ്പ് പറയട്ടെ എന്ന് വന്നിട്ട് പബ്ലിക്കായിട്ട് മാപ്പ് പറയട്ടെ. എന്തിന് ഇവന്റെയൊക്കെ മാപ്പ് ആർക്കും ആണ് ഇവിടെ? ആരവന്റെയൊക്കെ മാപ്പ് കാത്തിരിക്കണത്? എടാ ഇതിന്റെയൊക്കെ നാട്ടിൽ പറഞ്ഞൊരു ചൊല്ലുണ്ട്, കട്ടിട്ട് നിന്നേക്കാളും നല്ലത് തീട്ടം നിന്നാണ്. സോറി ഈ വേർഡ് നമ്മുടെ യൂസ് ചെയ്തതിന് പറയാതിരിക്കാൻ വയ്യ, അതുകൊണ്ട് പറയാണ്. ഇതിനേക്കാളും നല്ലത് നിങ്ങൾക്കൊക്കെ അതാണ്. അതാണ് എന്തിനാണ് ഇങ്ങനെ ആർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ റീച്ച് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവെക്കണത്? ആർക്ക് വേണ്ടിയിട്ട്? ആർക്ക് ആവശ്യമുണ്ട്? നിങ്ങളെ വാപ്പാക്കും ഉമ്മാക്കും ആവശ്യമുണ്ടോ അമ്മാതിരി റീച്ച്? എടാ അറ്റ്ലീസ്റ്റ് ഒരു പുതിയ ഷാജാൻ ഇജ്ജെങ്കിലും പറഞ്ഞു കൊടുക്കണമായിരുന്നു. ആ അമ്മാനും പെങ്ങളൊക്കെ മാറ്റി നിർത്തണം. ഇത്ര വലിപ്പണ്ടല്ലോ ഒന്നില്ലെങ്കിൽ. മറ്റോന്റെ കഥ വീട് ഓനെ ഞാൻ പറയുന്നില്ല. ഓക്കെ എന്നാ ബായ്, അസ്സലാമു അലൈക്കും. ഇതൊക്കെ മറുപടി. അല്ലാ അസ്തഗ്ഫിറുല്ലാഹ്.